ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് കേട്ടോ. എന്നാൽ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് ഞാൻ പറയാം, ഞാൻ വാങ്ങാം, ഞാൻ തരാം, ഞാൻ എടുക്കാം. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഭാവിയിലുള്ള കാര്യങ്ങൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരൊറ്റ ഓക്സിലറി പഠിച്ചു വെക്കാം. ഇതൊക്കെ വരാനുള്ള കാര്യമായതുകൊണ്ട്, ഫ്യൂച്ചറിലുള്ള കാര്യമായതുകൊണ്ട് തന്നെ വിൽ അവിടെ യൂസ് ചെയ്യാം. സോ നമുക്ക് ഇങ്ങനെ പറയാം, ഞാൻ പറയാം, ഐ വിൽ ടെൽ. ഐ വിൽ ടെൽ, ഞാൻ പറയാം. ഇനി ഞാൻ വാങ്ങാം, എന്തോ ഒരു സാധനം ഞാൻ വാങ്ങാം എന്ന് പറയാറുണ്ടല്ലോ. ഐ വിൽ ബൈ. ഐ വിൽ ബൈ വളരെ സിമ്പിൾ ആണ്. ഞാൻ എടുക്കാം, ഞാൻ എടുക്കാം. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ പറയുന്ന വെർബിന്റെ ഇംഗ്ലീഷ് വാക്ക് നമുക്ക് അറിഞ്ഞിരിക്കണം. വാങ്ങുക ബൈ ആണ്, അതുപോലെ തന്നെ പറയുക ചെല്ലാണ് അല്ലെങ്കിൽ സേ ആണ്, ഇങ്ങനെയൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. സോ നമ്മൾ വെർബ് മസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ പുതിയ ചാനലിൽ വെർബുകൾ മാത്രമായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ എടുക്കാം, ഐ വിൽ ടേക്ക്. ഐ വിൽ ടേക്ക്, ഞാൻ എടുക്കാം. ഞാൻ തരാം, ഐ വിൽ ഗിവ്. അല്ലേ, ഞാൻ തരിക, കൊടുക്കുക എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഗിവ് ആണ്. ഐ വിൽ ഗിവ്, ഞാൻ തരാം. ഞങ്ങൾ വരാം, ഞങ്ങൾ വരാം എന്നാണ്. സബ്ജക്റ്റ് ഒരു പ്രശ്നമല്ല. ഞങ്ങൾ വരാം, വി വിൽ കം. വി വിൽ കം. ഞങ്ങൾ പോകാം, വി വിൽ ഗോ. ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമുക്ക് കൊടുക്കാം, അല്ലേ, നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാം, നമുക്ക് കുറച്ച് പണം കൊടുക്കാം, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ നമുക്ക് കൊടുക്കാം. ലെറ്റ്സ്, കൊടുക്കുക ഗിവ് ആണ് അല്ലെ, നൽകുക ഗിവ്. ലെറ്റ്സ് ഗിവ്. ലെറ്റ്സ് ഗിവ്, നമുക്ക് കൊടുക്കാം. നമുക്ക് വിളിക്കാം, ലെറ്റ്സ് കോൾ. ലെറ്റ്സ് കോൾ, നമുക്ക് വിളിക്കാം, നമുക്ക് അവളെ വിളിക്കാം. ലെറ്റ്സ് കോൾ ഹർ, നമുക്ക് അവളെ വിളിക്കാം. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ട്രക്ചർ പഠിച്ചു വെക്കാം. അവൾ തുറക്കും, ഇവിടെ സബ്ജക്റ്റ് അവൾ എന്നാണല്ലോ. അവൾ തുറക്കും, എങ്ങനെ പറയാ? അവളാണ് തുറക്കും, ഭാവി കാര്യമാണ്. ഷീ വിൽ ഓപ്പൺ. ഷീ വിൽ ഓപ്പൺ, അവൾ തുറക്കും. അവൻ ധരിക്കും. അവൻ ധരിക്കും. ഇപ്പം ഷർട്ട്, ഷൂ, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ. അവൻ ധരിക്കും, ധരിക്കുക വിയർ എന്നാണ്. ഹി വിൽ വിയർ, അവിടെ വി1 ഫോം തന്നെയാണ് കേട്ടോ. ഹി വിൽ വിയർ, അവൻ ധരിക്കും. ഇനി അവർ കാണും. അവർ കാണും, അല്ലേ, കാണും എന്നല്ല, അവർ കാണും. ഒരാളെ കുറിച്ചിട്ടാണ് നമ്മൾ കാണുമെന്ന്. നമ്മളെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ഞാൻ കാണാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സെയിം ആണ്, വില്ല് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ കാണാം എന്ന് പറയുകയാണെങ്കിൽ ഐ വിൽ സീ. ഐ വിൽ സീ, ഞാൻ കാണാം, ഞാൻ പിന്നീട് കാണാം. ഐ വിൽ സീ ലേറ്റർ എന്ന് പറയാം. ഇനി അതുപോലെ അവർ കാണും എന്നാണ്. അവർ കാണും. ഓക്കെ, ദേ വിൽ സീ. ദേ വിൽ സീ, അവർ കാണും, അവർ എന്നെ കാണും. ദേ വിൽ സീ മീ, അവർ എന്നെ കാണും. ഇനി നമുക്ക് പഠിക്കാം, അല്ലേ. ഇപ്പൊ കുറച്ച് കുട്ടികളൊക്കെ ഇരുന്നിട്ട് പറയാണ് നമുക്ക് പഠിക്കാം. ലെറ്റ്സ് സ്റ്റഡി. ലെറ്റ്സ് സ്റ്റഡി, നമുക്ക് പഠിക്കാം. ഇനി കുറേ സെന്റൻസ് നമ്മൾ പോസിറ്റീവിൽ പറഞ്ഞു. ഇനി നമ്മൾ അത് നെഗറ്റീവിൽ പറയാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ കാണില്ല. ഐ വോണ്ട് വാച്ച് the movie. I won't watch the movie. ഇനി ഞാൻ പഠിക്കില്ല. I won't study. I won't study. ഞാൻ ഇംഗ്ലീഷ് പഠിക്കില്ല. I won't study English. Okay. ഞങ്ങൾ പോകില്ല. ഞങ്ങൾ പോകില്ല. We won't go. We won't go. ഞങ്ങൾ പോകില്ല. ഞങ്ങൾ എത്തില്ല. ഇപ്പം 10 മണിക്ക് ഞങ്ങൾ എത്തില്ല, അല്ലെങ്കിൽ രാവിലെ ഞങ്ങൾ എത്തില്ല, ഇതൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. എത്തുക റീച്ച് എന്നാണ്. അപ്പോ ഞങ്ങൾ എത്തില്ല. വി വോണ്ട് റീച്ച്. വി വോണ്ട് റീച്ച്, ഞങ്ങൾ എത്തില്ല. നാളെ ഞങ്ങൾ എത്തില്ല എന്ന് പറയുകയാണെങ്കിൽ വി വോണ്ട് റീച്ച് ടുമോറോ. വി വോണ്ട് റീച്ച് ടുമോറോ, നാളെ ഞങ്ങൾ എത്തില്ല. അവർ വരില്ല. അവർ വരില്ല. അവർ ഇന്ന് വരില്ല എന്നൊക്കെ പറയാറുണ്ട്. ദേ വോണ്ട് കം. ദേ വോണ്ട് കം, അവർ വരില്ല. ദേ വോണ്ട് കം ടുഡേ, അവർ ഇന്ന് വരില്ല. ഓക്കെ, അങ്ങനെ ഇങ്ങനെ പല സെന്റൻസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ കൊടുക്കില്ല. ഞാൻ കൊടുക്കില്ല, എങ്ങനെ പറയും? ഐ വോണ്ട് ഗിവ്. ഐ വോണ്ട് ഗിവ്, ഞാൻ കൊടുക്കില്ല. ഇനി ഇത് തന്നെ ഞാൻ കൊടുത്തില്ല എന്നും പറയാറുണ്ട് അല്ലെ. ഞാൻ കൊടുത്തില്ല എന്ന് പറയുമ്പം അത് കഴിഞ്ഞു പോയ കാര്യമാണ്. അതെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അറിയുമെങ്കിൽ അറിയിക്കുക, ഞാൻ കൊടുത്തില്ല. ഇനി
ഞാൻ വിളിക്കില്ല. വരാനിരിക്കുന്ന കാര്യമാണല്ലോ, ഞാൻ വിളിക്കില്ല. ഐ വോണ്ട് കോൾ. ഈ വോണ്ട് എന്ന് പറയുന്നത് എന്താണ്? വിൽ നോട്ട് എന്നാണ്. ഐ വോണ്ട് കോൾ, ഞാൻ വിളിക്കില്ല. അതുപോലെ തന്നെ ഞാൻ വിളിച്ചില്ല എന്ന് നമ്മൾ പറയാറുണ്ട്, കഴിഞ്ഞു പോയ കാര്യം. അങ്ങനെയാണെങ്കിൽ ഐ ഡിഡിൻ കോൾ എന്നാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഐ ഡിഡിൻ കോൾ, ഞാൻ വിളിച്ചില്ല. ഞാൻ നിന്നെ വിളിക്കാം. ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറയാറുണ്ടല്ലോ. ഐ വിൽ കോൾ യു. ഞാൻ പിന്നീട് വരാം. ഐ വിൽ കം ലേറ്റർ. ഞാൻ പിന്നീട് വരാം. അപ്പൊ ഇങ്ങനെ നമുക്ക് പല രീതിയിലും ചെറിയ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ എടുക്കാം എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും കൂടി കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക, ഡൗട്ടുകൾ ചോദിക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.